ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ 2021 മുതൽ 2025 വരെയുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോവുകയാണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും വളരെ ക്ലാരിറ്റിയോട് കൂടി പഠിച്ച് നമ്മളിപ്പോൾ ഇതാ 2025 എത്തി നിൽക്കുന്നു. 2021 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങളെല്ലാം പഠിച്ച് സെറ്റായിട്ടാണ് 2025 ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ: താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പൂർണ്ണവർഗം? അപ്പൊ പൂർണ്ണവർഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇതൊക്കെ പവറുകളാണ്. 5³ 5⁴ 5⁴ 5⁴ എല്ലാറ്റിന്റെയും തലയുടെ മുകളിൽ ഒരാളുണ്ട്. എടാ, ആ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന പവർ, ആ ഘാതം, അത് ഒറ്റ സംഖ്യയാണെങ്കിൽ അതൊരു പൂർണ്ണവർഗമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇരട്ട സംഖ്യയുള്ള ആളെ കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ. ഇരട്ട സംഖ്യ പവറായിട്ട് വരുന്നത് ഒരേ ഒരാളേ ഉള്ളൂ, അത് 5⁴ സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 5⁴. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണെടാ: 36ന്റെ സ്ക്വയറിനെ 6ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കണം. അപ്പൊ 36ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 36നെ 2 തവണ ഗുണിക്കുന്നത് അല്ലെ? 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. അപ്പൊ ഈ 36 ക്യാൻസൽ ആയി. നമ്മുടെ ഉത്തരം 36. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 1.5ന്റെ സ്ക്വയർ ഗുണിക്കണം 0.2ന്റെ സ്ക്വയർ. നമ്മൾ പഠിച്ചു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്നതിനെ എക്സ് ഇൻറ്റു വൈ ചെയ്തിട്ട് ഓൾ സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1.5 ഗുണിക്കണം 0.2 ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടാൽ ഉത്തരത്തിലേക്ക് എത്താം. ഇനി രണ്ട് ഡെസിമൽ സംഖ്യകളെ ഗുണിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഡെസിമൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ കൃത്യമായി പഠിച്ചതാണ്. നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആദ്യം ഗുണിക്കും. അപ്പൊ 15 ഗുണിക്കണം 2 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 30 ആണ്. അപ്പൊ ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കുന്നു. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാള്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാള്. അപ്പൊ ആകെ ചോദ്യത്തിൽ 2 ആളുകൾ. അപ്പൊ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് 2 ആളുകൾ വരണം. 2 ആള് കഴിഞ്ഞു, നമ്മളൊരു കുത്ത്. അപ്പൊ 0.30 എന്ന് വെച്ചാൽ എന്താ? പോയിന്റ് ഉള്ള സംഖ്യകളുടെ അവസാനം എത്ര 0 വന്നാലും കാര്യമില്ല, അതിന് വിലയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 0.3 അതിന്റെ സ്ക്വയർ. ഇനി 0.3ന്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യും? നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ എടുക്കും. 0.3 അഥവാ 3ന്റെ സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ നമുക്കറിയാം 9. ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ആളുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളാണുള്ളത്. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ആള് വേണം? ഇരട്ടി ആളുകൾ പോയിന്റ് കഴിഞ്ഞ് വരണം. 1, 2. 2 ആളുകൾ പോയിന്റ് കഴിഞ്ഞ് വരണം. നമ്മുടെ ഉത്തരം 0.09 എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി ആണ്. മക്കളെ, നാലാമത്തെ ചോദ്യം ഇങ്ങനെ: √0.01 ഗുണിക്കണം √0.0025. അപ്പൊ റൂട്ടിനകത്ത് ആ പോയിന്റിനെ നമ്മൾ തട്ടിക്കളയുന്നു. അപ്പൊ ഇവിടെ 1, ആ 1ന്റെ റൂട്ട് എത്രയാടാ? 1ന്റെ റൂട്ട് 1 തന്നെ. ഇൻറ്റു 0.0025, ആ പോയിന്റ് തട്ടിക്കളഞ്ഞാൽ 25. 25ന്റെ റൂട്ട് എത്രയാടാ? അത് 5 തന്നെ. ഇനി എന്ത് ചെയ്യണം? എടാ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കി. 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ അതിന്റെ പകുതി ഡെസിമൽ ഡിജിറ്റ് പാടൂ. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടു. 0.1ന്റെ സ്ക്വയർ ആണ് 0.01. ഓക്കെ, ഇനി 5 ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 25ന്റെ സ്ക്വയർ ആയതുകൊണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആള്? 1, 2, 3, 4 ആളുകളുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ അതിന്റെ റൂട്ട് കണ്ടാൽ കിട്ടുന്ന ഉത്തരത്തിൽ അതിന്റെ പകുതി ആളുകളെ ഡെസിമൽ ഡിജിറ്റുകളായിട്ട് വരാൻ പാടുള്ളൂ. 2 ഡെസിമൽ ഡിജിറ്റ് വരണം. ഒഴിഞ്ഞ സ്ഥലത്ത് 0 ഇട്ടു. 0.05 എന്ന് കിട്ടി. അപ്പോൾ 0.1ഉം 0.05ഉം ഗുണിക്കണം. ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 1 ഗുണം 5 ചെയ്താൽ കിട്ടുന്നത് 5. ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? 1, 2, 3 ഡെസിമൽ ഡിജിറ്റുകൾ. അപ്പൊ നമ്മൾ 1, 2, 3 സ്ഥാനങ്ങൾ കഴിഞ്ഞു, ഒരു കുത്തിട്ടു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 0 ഇട്ടാൽ നമ്മുടെ ഉത്തരമായി. നമ്മുടെ ഉത്തരം 0.005 എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി ആണ്. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെ: 2 into 3 into 7 is the prime factorization of a particular number. Which among the following is the square of that number?
2 ഗുണം 3 ഗുണം 7 എന്നത് ഏതോ ഒരു സംഖ്യേനെ ഘടകക്രിയ ചെയ്തപ്പോൾ കിട്ടിയതാണ് എങ്കിൽ ആ സംഖ്യയുടെ വർഗം എത്ര, സ്ക്വയർ എത്ര എന്ന് കാണണം. 2 ഗുണം 3 ഗുണം 7 ചെയ്താൽ കിട്ടുന്നതാണ് സംഖ്യ. അപ്പൊ ഈ സംഖ്യയുടെ സ്ക്വയർ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് കാണാം 2 ഗുണം 3 6, 6 ഗുണം 7 6 7 42. 42ന്റെ സ്ക്വയർ കണ്ടാൽ 42ന്റെ സ്ക്വയർ എങ്ങനെ കാണും? നമ്മൾ ആദ്യം 4ന്റെ സ്ക്വയർ കാണും, 16. ഇനി 2ന്റെ സ്ക്വയർ കാണും. 2ന്റെ സ്ക്വയർ എത്രയാ? അത് 4 നമ്മൾ 2 ഡിജിറ്റ് ആക്കിയിട്ട് എഴുതണം. 0,4 എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവസാനം നമ്മളൊരു 0 ഇട്ട് വെച്ചു തൊട്ട് താഴെയായിട്ട്. ഇനിയോ ഇവരെ തമ്മിൽ ഗുണിക്കണം. 4 ഗുണം 2 8. 8ന്റെ ഇരട്ടി എടുത്താൽ കിട്ടുന്നത് 16. ഇനി കൂട്ടിയാൽ മതി. കൂട്ടിയാൽ നമുക്ക് കിട്ടും 4 6 7 1. നമ്മുടെ ഉത്തരം 1764. 1764 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 8 സ്ക്വയർ പ്ലസ് 9 സ്ക്വയറിന്റെ വില കാണാനാണ് 6ാമത്തെ ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ആണെങ്കിൽ അത് എക്സ് ഇൻറ്റു വൈ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നും എക്സും വൈയും കൂടി കൂട്ടിയിട്ട് അതിന്റെ സ്ക്വയർ കണ്ടാൽ പോരെ എന്നുള്ളത്. അങ്ങനെ കണ്ടാൽ ഉത്തരം തെറ്റിപ്പോകും. അങ്ങനെ കാണരുത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നു, ഇതിന്റെ വില ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ പോരടാ. 8ന്റെ സ്ക്വയർ എത്രയാ? 64 പ്ലസ് 9ന്റെ സ്ക്വയർ എത്രയാ? 81. ഇവരെ കൂട്ടിയാൽ 80ഉം 60ഉം കൂട്ടിയാൽ 140. 4ഉം 1ഉം കൂട്ടിയാൽ 5. നമ്മുടെ ഉത്തരമായി ഓപ്ഷൻ ബി 145. 7ാമത്തെ ചോദ്യം അതുപോലെ ഒരു എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 64ന്റെ റൂട്ടിനോട് 100ന്റെ റൂട്ട് കൂട്ടിയാൽ കിട്ടുന്നത് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 64ന്റെ റൂട്ട് നമുക്കറിയാം 8 പ്ലസ് 100ന്റെ റൂട്ടും നമുക്കറിയാം അതെത്രയാ? 10. 10ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 18. ഇത്ര സിമ്പിൾ ആയിട്ടാ ചോദ്യങ്ങൾ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. 8ാമത്തെ ചോദ്യം ഇങ്ങനെ: വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 529? 529ന്റെ വർഗ്ഗമൂലം, 529ന്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. 529ന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അവസാനത്തെ 2 ഡിജിറ്റുകൾ മാറ്റി നമ്മൾ അതിനെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. അവസാനത്തെ ഡിജിറ്റ് നോക്കിയപ്പോൾ 9 ആണ്. 9ൽ അവസാനിക്കുന്ന ഒരു പൂർണ്ണസംഖ്യയുടെ റൂട്ട് എടുത്താൽ ആ സംഖ്യയുടെ അവസാനം ആരൊക്കെ വരും? 3ഓ 7ഓ ആയിരിക്കും. അതായത് 3ന്റെ സ്ക്വയർ 9 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്, 2ന്റെ അവസാനം 9. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ആ സംഖ്യയുടെ അവസാനം 3 അല്ലെങ്കിൽ ആ സംഖ്യയുടെ അവസാനം 7 ആയിരിക്കും. ഇനി ആദ്യത്തെ ഡിജിറ്റ്, അതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ റൂട്ടിനകത്തുള്ള ആദ്യത്തെ കഷ്ണം 5, 5ന് മുൻപ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എടുക്കും, പൂർണ്ണവർഗം എടുക്കും. 5ന് മുൻപ് വരുന്ന, തൊട്ട് മുമ്പ് വരുന്ന പൂർണ്ണവർഗം എന്ന് പറയുന്നത് 4 ആണ്. 4ന്റെ റൂട്ട് എത്രയാ? 4ന്റെ റൂട്ട് 2. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ സംഖ്യ 23 അല്ലെങ്കിൽ 27. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കാം. 23ഓ 27ഓ? 1 തന്നിട്ടുള്ളൂ, 23 തന്നിട്ടുള്ളൂ. അപ്പൊ ഉത്തരം 23 ആണ്. ഇനി നമ്മൾ ഇത് എങ്ങനെ ഉറപ്പിക്കും? 23 ആണോ 27 ആണോ എന്ന് എങ്ങനെ ഉറപ്പിക്കുക? നമ്മൾ ചെയ്യുന്ന പരിപാടി, എടാ നമ്മളിവിടെ റൂട്ട് എടുത്തപ്പോൾ 2 എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഈ 2നെയും 2 കഴിഞ്ഞു വരുന്ന 3നെയും നമ്മൾ ഗുണിക്കും. ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 6. ഈ 6ഉം റൂട്ടിനകത്ത് ആദ്യം കിടക്കുന്ന 5ഉം, ആദ്യത്തെ കഷ്ണമായ 5ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. 6നേക്കാൾ വലുതാണോ ചെറുതാണോ റൂട്ടിനകത്ത്? എടാ റൂട്ടിനകത്ത് കിടക്കുന്ന ആള് ഗുണിച്ച് കിട്ടിയ ഉത്തരത്തെക്കാൾ വലുതാണെങ്കിൽ നമ്മൾ വലിയ സംഖ്യ എടുക്കും. ഗുണിച്ച് കിട്ടിയ ഉത്തരം റൂട്ടിനകത്ത് കിടക്കുന്നതിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ചെറിയ ഉത്തരം എടുക്കും. അപ്പൊ നമ്മൾ നോക്കുന്നു, ഗുണിച്ച് കിട്ടിയ ഉത്തരത്തെക്കാൾ ചെറുതാണ് റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ പീസ്. അപ്പൊ നമ്മൾ ചെറിയ ഉത്തരം എടുക്കും. അങ്ങനെയാണ് 23 ആണ് ഇതിന്റെ ഉത്തരം എന്ന് ഉറപ്പിക്കുക. 9ാമത്തെ ചോദ്യം ഇങ്ങനെ: 11.01ന്റെ വർഗത്തിൽ നിന്ന് 1.01ന്റെ വർഗം കുറയ്ക്കണം. നിങ്ങൾക്കിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നിപ്പോ നിങ്ങളത് സെറ്റ് ആയിട്ടുണ്ടാവും. എത്ര തവണയെ നമ്മളത് പഠിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം. എ
11.01 പ്ലസ് ബി 1.01 ഇൻറ്റു എ 11.01 മൈനസ് 1.0. 11 ഒന്നും കൂട്ടിയാൽ 12, 0 കൂട്ടിയാൽ 0.2. അപ്പൊ 12.02 എന്ന് അപ്പുറത്ത് വന്നു. ഗുണിക്കണം 11.01 നിന്ന് 1.01 കുറയ്ക്കണം. 11.01 നിന്ന് ആദ്യം 0 കുറയ്ക്കാം. അപ്പൊ ഈ 0 പോകും. അപ്പൊ ബാക്കി 11 നിന്ന് ഈ 1 കുറച്ചാൽ 10 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 12.02 ഇൻറ്റു 10 കൊണ്ട് ഒരു ഡെസിമൽ നമ്പറിനെ ഗുണിക്കുമ്പോൾ എന്തുണ്ടാകും? ഇവിടെ എത്ര 0 ഉണ്ടോ അത്രയും ഡെസിമൽ ഡിജിറ്റുകൾ വലത്തോട്ട് നീങ്ങും. ഇവിടെ ഒരു 0. അപ്പൊ ഈ ദശാംശ ചിഹ്നം ഒരു സ്ഥാനം, ഈ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട് ചാടും. അപ്പൊ 0-ന്റെയും 2-ന്റെയും ഇടയിലായിരിക്കും ഇനി പോയിന്റ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഉത്തരം 120.2 എന്ന് കിട്ടും. 120.2 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു നമ്മുടെ ശരിയായ ഉത്തരം. എടാ 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. റൂട്ട് ഓഫ് 9 + 16 = x എങ്കിൽ എക്സിന്റെ വില എത്ര? വളരെ എളുപ്പമുള്ളൊരു ചോദ്യം അല്ലെ? 9ഉം 16ഉം കൂട്ടിയാൽ കിട്ടുന്നത് 25. അതാണ് എക്സ്. 25ന്റെ റൂട്ട് എത്രയാ? 5. നമ്മുടെ ഉത്തരമായി ഓപ്ഷൻ ഡി. 11ാമത്തെ ചോദ്യം. 1225ന്റെ വർഗമൂലം എന്ന് പറയുന്നത് 35 ആണെങ്കിൽ 0.1225ന്റെ വർഗമൂലം എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മളിത് കണ്ടുപിടിക്കുന്നു. ഇതിലെ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ 0.1225 അഥവാ 1225. അതിന്റെ വർഗമൂലം നമുക്ക് തന്നിരിക്കുന്നത് 35. അപ്പൊ നമ്മൾ 35 ഇവിടെ എഴുതി വെച്ചു. ഇനി റൂട്ടിനകത്ത് എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കി. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുണ്ട്? 1, 2, 3, 4 ആളുകളുണ്ട്. അപ്പൊ ഉത്തരത്തിൽ അതിന്റെ പകുതി ആളുകളെ ഡെസിമൽ ഡിജിറ്റുകളായിട്ട് വരാൻ പാടുള്ളൂ. 2 ആളുകൾ. അപ്പൊ നമ്മൾ 2 സ്ഥാനം നീക്കി 0.35 നമ്മുടെ ഉത്തരം. ദേ കിടക്കുന്നടാ അവൻ. എ. ഓപ്ഷൻ എയിൽ കിടക്കുന്നു 0.35. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മക്കളെ 12ാമത്തെ ചോദ്യം നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് 12ാമത്തെ ചോദ്യം? 5⁵5 കാണുന്നുണ്ടോ? 5⁻7, 5⁻6, 5⁻3 എല്ലാറ്റിന്റെയും തലയ്ക്ക് മുകളിൽ ഒരാളുണ്ട്, ഒരു പവർ ഉണ്ട്. ഞാൻ പറഞ്ഞു പവറുകൾ ഒറ്റ സംഖ്യ ആണെങ്കിൽ അത് ഒരിക്കലും ഒരു പൂർണ്ണവർഗമായിരിക്കില്ല. ഇരട്ട സംഖ്യ ആണെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണവർഗമാകുള്ളൂ. ഇവിടെ ഇരട്ട സംഖ്യയായിട്ടുള്ള ആളാരാ? 5⁻6 മാത്രം. ഇയാൾ മാത്രമേ പൂർണ്ണവർഗമാകുള്ളൂ. ബാക്കിയുള്ളത് 5, 7, 3 ഒക്കെയാണ്. അതൊരിക്കലും ഒരു പൂർണ്ണവർഗം ആകില്ല. മക്കളെ 13ാമത്തെ ചോദ്യം 251/2 എന്നല്ല, അത് 25 എന്നുള്ളതാണ്. 25യുടെ വർഗം കണ്ടുപിടിക്കാനാണ് 13ാമത്തെ ചോദ്യം. ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. ഇവിടെ ഒരു പൂർണ്ണസംഖ്യ ഉണ്ട് അല്ലെ? 25 ഉണ്ട്. ആ 25ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? 26. ഇവരെ തമ്മിൽ ഗുണിക്കുക, ഉത്തരം എഴുതുക. 25ഉം 26ഉം ഗുണിച്ചാൽ എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുക? ഇവിടെ 25ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം. 25ന്റെ സ്ക്വയർ എത്രയാ? അത് 625 ആണ് അല്ലെ? അതിന്റെ കൂടെ ഒരു 25 കൂടി കൂട്ടിയാൽ മതി. 25 × 26 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 26 പ്രാവശ്യം 25 കൂട്ടണം. 25 പ്രാവശ്യം 25 കൂട്ടിയാൽ അത് 625 ആണ്. ഒരു പ്രാവശ്യം കൂടി 25 കൂട്ടണം. എങ്കിലല്ലേ 26 25കളാവുള്ളൂ. 625ന്റെ കൂടെ 25 കൂട്ടിയാൽ കിട്ടുക 650. ഈ 650 എഴുതുക. ഈ 650 എഴുതുക. ഇനി 1/2 അല്ലേ അവസാനം? അത് 1/4 എന്ന് എഴുതുക. ഉത്തരം ആയി. 650 1/4. 6501 അല്ല കേട്ടോ, അത് 650 1/4 ആണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെടാ, 3.5യുടെ വർഗം എത്ര? 3.5യുടെ സ്ക്വയർ എത്രയാ? 3.5യുടെ സ്ക്വയർ എളുപ്പത്തിൽ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന പൂർണ്ണസംഖ്യ 3. 3 കഴിഞ്ഞു വരുന്ന സംഖ്യ 4. 3ഉം 4ഉം തമ്മിൽ ഗുണിക്കണം. അപ്പൊ നിങ്ങൾക്ക് 12 എന്ന് കിട്ടും. ഇവിടെ 1/2 അവസാനം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 1/4 എന്ന് എഴുതും. ഇത്രയേ ഉള്ളൂ പരിപാടി. എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് 7.5യുടെ സ്ക്വയർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. 7.5യുടെ സ്ക്വയർ നിങ്ങൾ ദയവായി ഒന്ന് കമന്റ് ചെയ്യണം. എത്ര പേര് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയട്ടെ. അടുത്ത ചോദ്യം പറയുന്നത് ഇങ്ങനെ. റൂട്ട് ഓഫ് 5625 എന്ന് പറയുന്നത് 75 ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് റൂട്ട് ഓഫ് 56.25ന്റെ ഉത്തരാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആള്? 1, 2, 3, 4 ആളുകൾ. അപ്പൊ 5625ന്റെ റൂട്ട് 75 നമുക്കറിയാം. അപ്പൊ 75 എഴുതി. ഇവിടെ 4 ആളുകൾ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരത്തിൽ ആ 4ന്റെ പകുതി ആളുകൾ ഉണ്ടായിരിക്കണം, 2 ആളുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ 2 സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പൊ 0.75 പ്ലസ് 5625 രണ്ടാമത്തെ സംഖ്യയുടെ റൂട്ട് കാണാൻ ഈ പോയിന്റ് ഒഴിവാക്കിയാൽ അത് 5625 5625ന്റെ റൂട്ട് നമുക്കറിയാം, അത് 75. ഇനി റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകൾ? 2 ഡിജിറ്റുകൾ. അപ്പൊ ഉത്തരത്തിൽ റൂട്ടിന് പുറത്ത് അതിന്റെ പകുതി ഡിജിറ്റുകളെ ഉണ്ടാകാൻ പാടുള്ളൂ, 1 ഡിജിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. 1 ഡിജിറ്റ് നീക്കി കുത്തിട്ടു. അപ്പൊ 7.5നോട് 0.75 കൂട്ടിയാൽ നമ്മുടെ ഉത്തരായി. 7.5നോട് 0.75 കൂട്ടിയാൽ നമ്മുടെ ഉത്തരായി. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇട്ടു തെറ്റാതിരിക്കാൻ. അപ്പൊ 5, 7, 5 കൂട്ടിയാൽ 12, 2 ശിഷ്ടം 1, 7 1 കൂട്ടിയാൽ 8. നമ്മുടെ ഉത്തരം 8.25 അതെവിടെ കിടക്കുന്നു? ഓപ്ഷൻ എയിൽ കിടക്കുന്നു നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. നമ്മൾ നേരെ പോകുന്നു 15ാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, 15ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് 576 അതിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം 576ന്റെ റൂട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റൂട്ട് 576 കണ്ടുപിടിക്കാൻ അവസാനത്തെ 2 ഡിജിറ്റ് നീക്കി ഞാനിതിനെ മുറിച്ചു. അവസാനത്തെ ഡിജിറ്റ് 6 6ൽ അവസാനിക്കണമെങ്കിൽ ഏതിൻ്റെയൊക്കെ സ്ക്വയർ ആയിരിക്കും? ഏതിൻ്റെ എല്ലാം വർഗങ്ങളായിരിക്കും? അത് ഒന്നുകിൽ 4ന്റെയോ 6ന്റെയോ ആയിരിക്കും. 4ൽ അവസാനിക്കുന്ന സംഖ്യയുടെയോ 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗമാണ് 576. നമ്മളത് ഉറപ്പിക്കാൻ എന്ത് ചെയ്യും? ആദ്യത്തെ കഷ്ണം 5, 5ന് തൊട്ട് മുൻപ് വരുന്ന പൂർണ്ണവർഗം 4, അതിന്റെ റൂട്ട് എടുത്താൽ കിട്ടുന്നത് 2. നമുക്ക് മനസ്സിലായി ഈ സംഖ്യ 24 അല്ലെങ്കിൽ 26. ഓക്കെ, നമ്മൾ 2 കഴിഞ്ഞ് വരുന്നതിനെ ഗുണിക്കുന്നു. 2 ഗുണം 3 ചെയ്തപ്പോൾ കിട്ടിയത് 6. 6നേക്കാൾ ചെറുതാണ് 5, 6നേക്കാൾ ചെറുതാണ് റൂട്ടിനകത്ത്. അതുകൊണ്ട് ചെറിയ ഉത്തരം നമ്മൾ എടുക്കും, 24. ചെറിയ ആളെ നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി റൂട്ട് 576 എന്ന് പറയുന്നത് 24. അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റൂട്ട് 49 പ്ലസ് റൂട്ട് 576 എഴുതണ്ടല്ലോ, നമ്മൾ കണ്ടുപിടിച്ചല്ലോ എത്രയെന്ന്, 24. നമ്മൾ ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 49 24 കൂട്ടിയാൽ 40 20 കൂട്ടിയാൽ 60, 9ഉം 4ഉം കൂട്ടിയാൽ 13, 60ഉം 13ഉം കൂട്ടിയാൽ നമ്മുടെ ഉത്തരം 73. റൂട്ട് 73 നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുന്നു, ദേ കിടക്കുന്നു റൂട്ട് 73, ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. മക്കളെ, ഇതോടുകൂടി സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും സെറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ. ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് കുറവ് ചോദ്യങ്ങൾ വരുന്നത്? കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ കൂടുതൽ പഠിക്കണം, കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ, ഇതനുസരിച്ച് നിങ്ങൾ സെറ്റ് ആവണം. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങണം. നമ്മളെല്ലാം കളിയാക്കിയവരെയും പരിഹസിച്ചവരെയും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്കുള്ളിലുള്ള തീ കെടാതെ ആളിക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.